വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. ഏതൊരാൾക്കും ഒരവധി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ജീവിതത്തിൽ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. ആ ഒരു ദിനത്തിൽ, അവധി കഴിഞ്ഞിട്ടുള്ള ആ ഒരു ദിനത്തിൽ വളരെ സന്തോഷത്തോടു കൂടി വേണം നമുക്ക് അള്ളാഹുവിന്റെ അടുക്കലേക്ക് മടങ്ങാൻ. നശ്വരമായിട്ടുള്ള ഈ ലോകത്ത് ഒരുപാട് സുഖലീലതകൾ ഉണ്ടെങ്കിലും അതെല്ലാം ആസ്വദിച്ച് തിമിർത്താടി തീർക്കാനുള്ളതല്ല നിന്റെ ഈ ജീവിതം. കർമ്മധന്യരായിട്ട് വേണം നമുക്ക് ആ മരണ തുറമുഖത്തേക്ക് അണയാൻ വേണ്ടിയിട്ട്. ആത്മീയ അനുരാഗത്തിന്റെ നശ്വരമായിട്ടുള്ള ശരീരത്തെ കുഞ്ഞായിൻ മുസ്ലിയാർ എന്ന് പറയുന്ന മഹാകവി തന്റെ കപ്പപ്പാട്ടിലൂടെ വിവരിക്കുന്ന ഭാഗങ്ങൾ, ആ ഒരു ഭാഗത്തിൽ കൂടി ആഖിറത്തിനെ കൂടി വിവരിക്കുന്ന ഭാഗങ്ങൾ നമുക്കൊന്ന് കാതോർത്തു നോക്കാം. പാടെ ഓടാട് നീ ഓട്ടല്ലേ പോട്ടാ, പായും കോളീരക്കൊടി പാറും വീട്ടാലാറേഴു നാളുള്ള ഓട്ടം കളിച്ചാൽ അയ്യോ ഒരു ഓടം ഇല്ലേ, വാരയും കീട്ട വഴിവില്ലം കീട്ട മാലാങ്കി കമ്പരും കാലാഞ്ചി കീട്ട മാറിട്ട് ചാകുമ്പം മേത്ത കൂടാതെ വമ്പർ സിറാങ്കും അമ്പലോരും വന്നോ. ഒരു ചെറിയ കാലഘട്ടം മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകിയിട്ടുള്ളത്. ഈ ഒരു ചെറിയ കാലഘട്ടത്തെ നാം ഒരിക്കലും തിന്മയിൽ ഇട്ട് നശിപ്പിക്കരുത് കേട്ടോ. മരണം എപ്പോഴും നമ്മുടെ കൂടെ തന്നെയുണ്ടെന്ന് നമുക്ക് എപ്പോഴും ഓർമ്മ വേണം. ഹബീബായ നബി തങ്ങളല്ലേ പറഞ്ഞത്, ചെരുപ്പുകളുടെ 2 വാറുകളേക്കാൾ അടുത്താണ് നിന്റെ മരണമെന്ന് നീ എപ്പോഴും ഓർക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി നന്മ ചെയ്യുന്നവർക്ക് അവൻ ഒരുപാട് സന്തോഷങ്ങളാണ് ആഖിറത്തിൽ കാത്തുവെച്ചിട്ടുള്ളത്. ഇവിടെ പങ്ക എന്ന് പറയുന്നത് ചെറിയ കയർ, കമ്പ എന്ന് പറയുന്നത് വലിയ കയർ. ഇവ രണ്ടും അള്ളാഹുവിന് വേണ്ടി നന്മ ചെയ്യുന്നവർക്ക് വേണ്ടി അവർക്ക് അഭയമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിൽ ഒരുക്കിയിട്ടുള്ളതിനെയാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. ജീവിതം അനർത്ഥമാകുന്നു എന്ന് നിനക്ക് തോന്നുകയാണെങ്കിൽ നിന്റെ ശരീരത്തെ നീ യഥാർത്ഥ സ്നേഹത്തിന് വിട്ടുകൊടുക്കണം. ആരാണ് ആ യഥാർത്ഥ സ്നേഹം? ആ മറ്റാരുമല്ല, ഹബീബരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്. ജീവിതത്തിന്റെ ഊഷ്മളതയിൽ നിന്നും ഹബീബായ നബി തങ്ങളിലേക്കുള്ള സ്നേഹത്തിന്റെ കപ്പലോടിക്കുകയാണ് കുഞ്ഞായിൻ മുസ്ലിയാർ തന്റെ കപ്പപ്പാട്ടിലൂടെ. ആ ഭാഗങ്ങളിലേക്ക് നമുക്കൊന്ന് കാതോർത്തു നോക്കാം. ശീലഗുണം നല്ല ഹോജാക്കരിയെ ചെന്ന്. ശീലഗുണം എന്താ? സൽസ്വഭാവം എന്നാണ് ശീലഗുണത്തിന്റെ ആശയം. ഈ ശീലഗുണം അഥവാ സൽസ്വഭാവത്തിന് ഉടമയായിട്ടുള്ള ഹബീബരായ നബി തങ്ങളുടെ അടുക്കൽ ചെന്നുകൊണ്ട് സലാം ചൊല്ലി അന്യായം നിപ്പോ. ലോകത്തിലുള്ള മുഴുവൻ ജനങ്ങളുടെയും അന്യായങ്ങളും പരാതികളും കേൾക്കുന്നവരാണ് ഹബീബരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ ഹബീബിന്റെ അടുക്കൽ ചെന്നിട്ട് നിന്റെ അന്യായം ബോധിപ്പിക്കാൻ. നിനക്ക് കൊതിയില്ല പൊട്ടാ. എല്ലാവരുടെയും പരാതികളും പരിഭവങ്ങളും കേൾക്കുന്ന അങ്ങ് ദൂരെ മദീനത്ത് അന്തിയുറങ്ങുന്ന ഹബീബരായ തങ്ങളുടെ അടുക്കൽ പോയിട്ട് നിനക്ക് നിന്റെ പരാതികളും അന്യായങ്ങളും ബോധിപ്പിക്കേണ്ട പൊട്ടാ എന്നാണ് കവി ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെ പൊട്ടാ എന്നതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് ബോധവാന്മാരല്ലാത്ത ഒരുപാട് ആളുകൾ ഈ ലോകത്ത് ആഖിറത്തിനെ കുറിച്ച് ചിന്തയില്ലാതെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് ബോധം നൽകാൻ വേണ്ടിയിട്ടാണ് കവി ഇവിടെ പൊട്ടാ എന്നുള്ള ഒരു പ്രയോഗം പ്രയോഗിച്ചിട്ടുള്ളത്. നിഴൽ ഒളിവത്തീരെയുള്ള വേദാംബ. 14 ഗുണവിശേഷങ്ങൾക്ക് അർഹനായിട്ടുള്ള ദൈവദൂതനെയാണ് കവി ഇവിടെ ഉദ്ദേശിക്കുന്നത്. അഥവാ നിഴൽ ഒളിവത്തിരെയുള്ള വേദാംബർ. ഇതിൽ വേദാംബർ എന്നിട്ടുള്ള ഒരു പദം വന്നിട്ടുള്ളത് പൈഗാംബർ എന്നുള്ള ഉറുദു പദത്തിൽ നിന്നാണ്. നിഴൽ ഒളിവത്തിരെ വേദാംബർ, അതിന്റെ ഉദ്ദേശം നിഴൽ ഭേദിക്കുന്ന വേദാംബർ അഥവാ ഹബീബരായ നബി തങ്ങളെയാണ് ഇവിടെ കവി ഉദ്ദേശിക്കുന്നത്.
ശീലഗുണം നല്ല ഹോജാക്കരിയെ ചെന്ന് സലാം ചൊല്ലി അന്യായം നിപ്പോൾ നിപ്പാൻ നിനക്ക് കൊതിയില്ല പൊട്ടാ നിഴൽ ഒളിവത്തീരെയുള്ള വേദാമ്പ കപ്പാല പാലാർ കൊടുത്ത വേദാമ്പർ ഹത്താബോടേറ്റം അടുത്ത വേദാമ്പർ കേട്ടോ, കപ്പാലെ പാലാർ കൊടുത്ത വേദാംബർ. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, വേദാംബർ എന്ന് പറയുന്നത് ഹബീബരായ നബി തങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് എന്ന്. കപ്പാൽ പാലാർ കൊടുത്ത വേദാംബർ അഥവാ ഒരു കപ്പ് പാൽ കൊണ്ട് ഒരുപാട് ആളുകളെ പാൽ കുടിപ്പിച്ച ഹബീബരായ നബി തങ്ങളുടെ ചരിത്ര സംഭവത്തെയാണ്, ആ ഒരു മുഅ്ജിസത്തിനെയാണ് കപ്പാലെ പാൽ കൊടുത്ത വേദാംബർ എന്ന വരിയിൽ കൂടി കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. തപ്പാതെ മാനിണതീർത്ത വേദാമ്പർ താൾക്ക് കലീമയിൽ ചേർത്ത വേദാമ്പർ. തപ്പാതെ മാനിണ നേർത്ത വേദാംബർ എന്ന് വെച്ചാൽ ഒരു മാൻ കുഞ്ഞിന് പാൽ കൊടുക്കാൻ വേണ്ടി അമ്മ മാനിന് വേണ്ടി വേട്ടക്കാരൻ്റെ അടുത്ത് ജാമ്യം നിന്ന ഹബീബരായ നബി തങ്ങളുടെ ആ ഒരു പാഠത്തെയാണ് കവി ഇവിടെ ഉദ്ദേശിക്കുന്നത്. താഷ്ക കലിമ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ഷഹാദത്ത് കലിമ അഥവാ ഷഹാദത്ത് കലിമകൾ കൊണ്ട് ലോകത്തെ പ്രകാശം വീശിയ ഹബീബരായ നബി തങ്ങൾ, ഒരുപാട് ആളുകളെ ഹിദായത്തിലാക്കിയ ഹബീബരായ തങ്ങൾ എന്നാണ് കവി ഇവിടെ ഈ ഒരു താഷ്ക കലിമ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. കപ്പാല പാലാർ കൊടുത്ത വേദാമ്പർ ഹത്താബോടേറ്റം അടുത്ത വേദാമ്പർ തപ്പാതെ മാനിണ തീർത്ത വേദാമ്പർ താൾക്ക് കലീമയിൽ ചേർത്ത വേദാമ്പർ. ഇത്രയും പറഞ്ഞതിന് ശേഷം ഇവിടുന്ന് അങ്ങോട്ട് കവി ദുആയിലേക്ക് കടക്കുകയാണ്, പ്രാർത്ഥനയിലേക്ക് കടക്കുകയാണ്. ആത്മീയത കൊണ്ട് പ്രാർത്ഥനകൾ ഉരുവിടുകയാണ്. ഹബീബരായ നബി തങ്ങളുടെ കൂടെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനും ഹബീബരായ നബി തങ്ങളുടെ ശഫാഅത്ത് ലഭിക്കുവാനും അവസാനം കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നേരിൽ കാണാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും